ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഗാസ സമാധാന കരാർ തകർന്നു. ഗാസയിൽ ആക്രമണത്തിന് ഉത്തരവിട്ട് നെതന്യാഹു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് നടപടി. ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ. ശ്യാമ, വലിയ ആശ്വാസത്തിലായിരുന്നു ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ. എന്തായാലും ഗാസയിൽ സമാധാനം പുലർന്നു എന്നൊരു ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണിപ്പോൾ കരാർ ലംഘിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നത്. എന്താണ് വിവരങ്ങൾ? ആര്യ, ഒക്ടോബർ 10-നാണ് യുടെ ഒരു മധ്യസ്ഥതയിൽ ഗാസയിൽ സമാധാന കരാറിൽ നിലവിൽ വരുന്നത്. ഇസ്രായേലും ഹമാസും നടത്തിയ നിരന്തരമായുള്ള യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒടുവിലാണ് ഒരു സമാധാന കരാറിലേക്ക് ഗാസ എത്തിയത്. പക്ഷേ ആ കരാർ നിലവിൽ വന്നതിന് ശേഷം തന്നെ പലതരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ കരാർ ലംഘിക്കുന്നുവെന്ന് ഹമാസും, ഹമാസ് കരാർ ലംഘിക്കുമെന്ന് ഇസ്രായേലും നിരന്തരം ആരോപിച്ചതായിരുന്നു. ഈ കരാറിന്റെ നിലനിൽപ്പിനെ കുറിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പിന്നീട് US വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ ഇസ്രായേലിലെത്തി നെതന്യാഹുമായി ചർച്ച നടത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഈ കരാറിലെ സുപ്രധാനമായ ഒരു വ്യവസ്ഥയായിരുന്നു ഹമാസിന്റെ ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ, ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുക എന്നുള്ളത്. പക്ഷേ ഈ മൃതദേഹങ്ങൾ ഇനിയും വിട്ടു നൽകാനുണ്ട്. ഇതാണ് ഇസ്രായേൽ ഏറ്റവും വലിയ കരാർ ലംഘനമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടെ ഇന്ന് ഇസ്രായേൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതായത് ഹമാസ് ഒരു കെട്ടിടത്തിന്റെ താഴെ നിന്നും ഒരു മൃതദേഹം കണ്ടെടുക്കുന്നതും അത് വീണ്ടും സംസ്കരിക്കുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കണ്ടെടുത്തത്. അവർ പറഞ്ഞത് ഹമാസിന് ഈ ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ഹമാസിന് കൃത്യമായി അറിയാം. അത് അറിയില്ല എന്ന് പറഞ്ഞ് അവർ കബളിപ്പിക്കുകയാണ്, റെഡ് ക്രോസിനെ അടക്കം പറ്റിക്കുകയാണ്. അത്തരത്തിലൊരു ആരോപണം ഇസ്രായേൽ ഇന്ന് ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ IDF-മായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു യോഗം നടത്തിയിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഗാസയിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ടായിരുന്നു. ഗാസ അതോറിറ്റി പറയുന്നതിനനുസരിച്ച് 125-ലധികം കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് അവർ പറയുന്നത്. ഒക്ടോബർ 10-ന് ശേഷം 94 പലസ്തീനികൾ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസ അതോറിറ്റി പറയുന്നുണ്ട്. ഈ തരത്തിലുള്ള ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്ന് അവർ ആരോപിക്കുമ്പോഴും ഇപ്പോൾ ഗാസയിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിട്ടുണ്ട്. തെക്കൻ ഗസയിലും റഫേലും ഒക്കെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഗാസയിൽ ലോകരാജ്യങ്ങൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നത്. അടിയന്തരമായ ഒരു ചർച്ചകളിലേക്കൊക്കെ കടക്കേണ്ട ഒരു സമയമായിട്ടുണ്ടോ? അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വാർത്തകൾ വരുന്നുണ്ടോ? ആര്യ, ആ തരത്തിലുള്ള സ്ഥിരീകരണമൊന്നും നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത്, അതായത് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി വരും മണിക്കൂറുകളിൽ ഗാസ മുനമ്പിൽ ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുമോ, ആ തരത്തിലേക്ക് തന്നെ പ്രതിരോധ സേന പോകുമോ, സൈന്യം വീണ്ടും ഗാസ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളിലോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതായത് നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഒരു പദ്ധതിയായിരുന്നു ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുക എന്നത്. വെസ്റ്റ് ബാങ്ക് കയ്യേറാനുള്ള ഒരു പ്രമേയം അവരുടെ പാർലമെന്റിലടക്കം കൊണ്ടുവന്നതും അതിന് വോട്ടെടുപ്പൊക്കെ നടത്തിയതുമാണ്. ആ തരത്തിലുള്ള ഇസ്രായേൽ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ പൂർണ്ണമായും പിടിച്ചടക്കുക എന്നുള്ള നയവുമായി നെതന്യാഹു മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം നെതന്യാഹുവിന് സർക്കാരിൽ തന്നെ ആ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. അതായത് തീവ്ര വലതുപക്ഷ കക്ഷികളെല്ലാം ഈ ഗാസ സമാധാന കരാറിന് എതിരായിരുന്നു. പക്ഷേ US-ന്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് നെതന്യാഹു ഈ കരാറിൽ ഒപ്പിട്ടത്. അപ്പോഴും ഈജിപ്തിൽ നടന്ന സമാധാന കരാർ ഒപ്പുവയ്ക്കൽ ചടങ്ങിന് സമാധാന ഉച്ചകോടിക്ക് നെതന്യാഹു വന്നിരുന്നില്ല. അവിടെ നെതന്യാഹുവിന്റെ അസാന്നിധ്യം അന്ന് തന്നെ ചർച്ചയായതാണ്. ആ തരത്തിൽ തന്നെ ഈ കരാർ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം JD വാൻസ് ഇസ്രായേലിലെത്തി നെതന്യാഹുമായി ചർച്ച നടത്തി. അതിനുശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലെത്തി നെതന്യാഹുമായി ചർച്ച നടത്തി. അവരെല്ലാം പിന്നീട് ഹമാസിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കരാർ ലംഘനം തുടർന്നാൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കും, ഹമാസ് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്നടക്കം വന്നതാണ്. ആ തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഗാസയിൽ ആക്രമണത്തിന് ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഗാസയിൽ ആക്രമണം നടത്താൻ സൈന്യം ഒരുങ്ങുന്നു എന്നുള്ള ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത്.